തിരിച്ചപ്പോ ഒരു ബൈക്കുമായിട്ട് ആക്സിഡന്റ് ആയപ്പോ നമ്മൾ അവിടെയുള്ള എല്ലാവരും നമ്മുടെ എല്ലാ ആൾക്കാരും കൂടെ ഇറങ്ങി അവരെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ വണ്ടിയെ തട്ടിയെന്ന്. ചുമ്മാ പറയുന്നത്. അദ്ദേഹം 3 വർഷമായിട്ട് മദ്യപിക്കണം. അദ്ദേഹം ട്രീറ്റ്മെന്റിലാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപകടം നടന്നത് കണ്ടു. നമ്മളവിടെ വന്ന് ഇത് അവിടെ നിന്ന് സുബ്രഹ്മണ്യ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് വളയിൽ വന്നപ്പോ വന്ന് ഇടിച്ചാണ്. പറഞ്ഞല്ലോ, ക്ലബിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ രാത്രി 9 മണിയായുള്ളൂ. തിരിച്ചപ്പോ ഒരു ബൈക്കുമായിട്ട് ആക്സിഡന്റ് ആയപ്പോ നമ്മൾ അവിടെയുള്ള എല്ലാവരും നമ്മുടെ എല്ലാ ആൾക്കാരും കൂടെ ഇറങ്ങി അവരെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു. പുള്ളി പോയിട്ട് ഇങ്ങനെ എന്റെ വണ്ടിയെ തട്ടിയെന്ന് പറയുകയും അതിപ്പോ അത് ക്യാമറയിൽ നോക്കിയാൽ അറിയാം. നമ്മുടെ അവിടെ ക്ലബിലുള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയത്. നമ്മളെല്ലാരും ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയിട്ടാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ വണ്ടിയെ തട്ടിയെന്ന് പറഞ്ഞു. മാറ്റിയിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മോന്റെ വീടുണ്ട് ടെന്നീസ് ക്ലബിന്റെ പുറകില്. അവിടെ വണ്ടി ഇട്ട് അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. വണ്ടി ഇപ്പൊ തന്നെ പോലീസ് വന്ന് അവിടെ നിന്ന് എടുത്തത്. അല്ല, അദ്ദേഹം അറിയിച്ചില്ല. നമ്മളെ വിളിച്ചു പറഞ്ഞു. മാറ്റിയൊന്നുമില്ല. റോഡിലെ ടെന്നീസ് ക്ലബിന്റെ പുറകെ വണ്ടി കിടപ്പട്ടായിരുന്നു. റോഡ് സൈഡിൽ ഇപ്പൊ വന്ന് പോലീസ് വന്ന് എടുത്തോണ്ട് വന്നല്ലോ. നമ്മൾ താക്കോല് കൊടുത്ത് പോലീസ് വന്ന് എടുത്തോണ്ട്. അവിടെ നിന്ന് അദ്ദേഹം ആ വീടാണല്ലോ അത്. ഇന്നലെ അവിടെ അതൊക്കെ ചവിടിയാറ് പുള്ളിയുടെ ശരിക്കുള്ള വീട്. കാരണം അതിന്റെ പുറകില്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം അതിന്റെ കാരണക്കാരൻ മണിയൻ പിള്ള രാജു ആണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുമ്പോഴും ഇതേറെ വൈകിയാണ് പോലീസുകാർ പോലും ഇതിൽ കൃത്യമായൊരു നടപടി സ്വീകരിച്ചത് എന്നത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്തായാലും കുറ്റം സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ മണിയൻ പിള്ള രാജുവിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള ഒരു വാഹന അപകടത്തിൽ ഉണ്ടായിട്ടുള്ള മണിയൻ പിള്ള രാജുവിന്റെ ഉടമസ്ഥതയുള്ള വാഹനത്തിന് മുൻവശത്താണുള്ളത്. ഈ കാണുന്ന വാഹനമാണ് കഴിഞ്ഞ ദിവസത്തെ 2 യുവാക്കളുടെ ഗുരുതരമായിട്ടുള്ള പരിക്കിന് കാരണമായിട്ടുള്ള വാഹനം എന്നുള്ളതാണ് വിവരം. ഈ വാഹനത്തിലേക്ക് ഈ പറയുന്ന അപകടത്തിൽപ്പെട്ട യുവാക്കളുടെ വാഹനം വന്നിടിക്കുകയായിരുന്നു എന്നാണ് മണിയൻ പിള്ള രാജു ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് സംഭവിച്ചത് എന്നതടക്കമുള്ള സംശയങ്ങൾ നിലവിൽ ഉയരുകയാണ്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം നിർണായകമാകുന്ന ഒരു സംഭവമായിട്ട് മാറുന്നു. പക്ഷേ ഒരു അപകടം ഉണ്ടാകുന്നു എന്നതിനേക്കാൾ ഉപരി ഇതിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് അപകടമുണ്ടായപ്പോൾ അദ്ദേഹം ഈ അപകടമുണ്ടായ 2 പേരെയും ഗുരുതരമായ പരിക്കേറ്റു എന്ന് മനസ്സിലായിട്ട് പോലും കാറിൽ നിന്ന് ഇറങ്ങാതെ രക്ഷപ്പെട്ടു കളയാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതേസമയത്ത് ആ സമയം തന്നെ അപകടമുണ്ടായി എന്ന കാര്യം അദ്ദേഹം മറ്റു ചിലരെ വിളിച്ച് അറിയിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അത് ആരെയാണ് അറിയിച്ചത് എന്നുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു ക്ലബിൽ എത്തിയ സമയത്ത് അവിടെ നിന്ന് തിരികെ വരുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ വാഹന അപകടത്തിൽ പെടുന്നത് എന്നുള്ളതാണ് വിവരം. മദ്യപിച്ചിട്ടുണ്ടായിരുന്ന എന്നതടക്കമുള്ള ചോദ്യങ്ങൾ തുടക്കം മുതൽ തന്നെ വന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 വർഷമായി ക്യാൻസർ രോഗവും മറ്റ് രോഗങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മദ്യപാനം ഇല്ല എന്നും മദ്യപിച്ചല്ല ഇങ്ങനെ ഒരു വാഹന അപകടം ഉണ്ടായത് എന്നതടക്കമുള്ളത് മണിയൻ പിള്ള രാജുവിന്റെ ബന്ധുക്കൾ ആവർത്തിച്ച് പറയുകയാണ്. നിലവിൽ എന്തായാലും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിൽ കാറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ നടന് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. മ്യൂസിയം പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. അപകട കാരണമാകുന്ന രീതിയിൽ അദ്ദേഹം വാഹനം ഓടിച്ചു എന്നതിനെ കുറിച്ചുള്ള വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ടാണ് കേസ്. FIR-ൽ നടന്റെ പേരും പരാമർശിച്ചിരുന്നില്ല എന്നുള്ളതാണ് തുടക്കം മുതൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ഇതിനിടയിൽ സ്റ്റേഷനിൽ ഹാജരായ നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം
അദ്ദേഹത്തിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ വന്നു. അദ്ദേഹം അപകടത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ച വാഹനം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. അതേസമയം യുവാക്കൾ തന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് മണിയൻ പിള്ള രാജു ആവർത്തിക്കുന്നത്. താൻ ക്യാൻസർ രോഗിയാണ്, വാഹനം ഇടിച്ചത് അറിഞ്ഞിട്ട് നിർത്താതെ പോയത് തെറ്റാണ് എന്നും, പക്ഷെ അപ്പോൾ തന്നെ താൻ ഈ വിവരം തന്റെ സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അപകടമുണ്ടായ സമയത്ത് കാർ ഓടിച്ചത് താൻ തന്നെയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ബൈക്ക് വളരെ വേഗത്തിൽ വാഹനത്തിന് പിന്നിൽ വന്നിടിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭയം കൊണ്ടാണ് താൻ വാഹനം നിർത്താതെ പോയത് എന്നും പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ താൻ തയ്യാറാണ് എന്നും തുടക്കം മുതൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ 10 മണിയോടെ ഒരു വാഹനാപകടം ഉണ്ടാകുന്നത്. KL 01 CJ04 എന്ന നമ്പറുള്ള കാറ്, മണിയൻ പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള കാറ്, അതായിരുന്നു അപകടത്തിന് പിന്നിൽ. അപകടത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. വാഹനത്തിന്റെ ഉടമ സുധീർ കുമാർ രാജു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിമാണ്, രജിസ്ട്രേഷൻ രേഖകളിലുള്ള നെയിമാണ്. അത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് പിന്നിൽ മണിയൻ പിള്ള രാജു ആണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. എന്തായാലും രാത്രി തന്നെ നടന്റെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു എന്നാണ് പോലീസ് സംവിധാനങ്ങൾ അറിയിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ നിവേദിത്, കൃഷ്ണ, സൂരജ് എന്നിവർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം അപകടമുണ്ടായ സമയത്ത് ആ വിവരങ്ങൾ കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കാതെ രക്ഷപ്പെട്ടു കളഞ്ഞു. വാഹനങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റിവെച്ചു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിനൊരു വിശദീകരണവുമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇപ്പോൾ രംഗത്ത് വരുന്നത്. അവർ പറയുന്നത് പ്രകാരം വാഹനം വീട്ടിൽ നിന്ന് മാറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മകന്റെ വീടിന്റെ സൈഡിലായിട്ട് ഈ വാഹനം നിർത്തിയിടുക മാത്രമാണ് ചെയ്തത്. തങ്ങൾ വാഹനത്തിന്റെ താക്കോൽ കൊടുക്കുന്നു, പോലീസ് അത് എടുത്തു കൊണ്ടുവരുന്നു. ഈ പറയുന്നത് പോലെ വാഹനം മറ്റൊരിടത്തേക്ക് മാറ്റി എന്നൊക്കെ പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല എന്നൊക്കെ പറയുകയാണ്. എങ്കിൽ പോലും വാഹനം അപകടമുണ്ടായ സമയത്ത് അദ്ദേഹം അവിടെ ഇറങ്ങി എന്ത് പറ്റിയെന്ന് പോലും പരിശോധിച്ചില്ല എന്നുള്ളത് അദ്ദേഹം പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ നടപടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടപരിഹാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ താൻ ചെയ്യുമെന്നും, ഇത്തരത്തിൽ മനഃപൂർവ്വം അവരെ രക്ഷപ്പെടുത്താതിരിക്കാൻ താൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല, താൻ അപകടമുണ്ടായപ്പോൾ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് മാത്രമാണ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത് എന്നതടക്കമുള്ള ന്യായീകരണങ്ങൾ നിരത്തുകയാണ് നടൻ മണിയൻ പിള്ള രാജു. ആനന്ദ്